പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നർത്തകിയും നടിയുമായ ദേവകി ഭാഗ്യയാണ് പങ്കെടുക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ദേവകി നൃത്തം ആണ് ആദ്യം പഠിച്ചത്? അതെ അതെ അതെ. എങ്ങനെയായിരുന്നു? ഞാൻ 5 വയസ്സ് തൊട്ട് പഠിക്കുകയാണ്. ഭരതനാട്യം പഠിച്ചു തുടങ്ങിയത് മനോജ് കുമാർ എന്ന് പറയുന്നൊരു അധ്യാപകന്റെ കീഴിലായിരുന്നു. അന്ന് ഞങ്ങൾ വയനാട്ടിലായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് അവിടെയായിരുന്നു ജോലി, ടീച്ചേഴ്സായിരുന്നു. അവിടെ അന്ന് സ്കൂളിലും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. 5 വയസ്സ് തൊട്ട് പഠിച്ച് പിന്നെ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുത്തു. +2 വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് കോളേജിൽ ഒക്കെ പോയതിന് ശേഷം എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് മോളൊക്കെ ഉണ്ടായി എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും നൃത്തം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭരതനാട്യവും കുച്ചിപ്പുടി മോഹിനിയാട്ടവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുച്ചിപ്പുടി കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ശ്രീലക്ഷ്മി ടീച്ചറുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നത്. ശ്രീലക്ഷ്മി ടീച്ചറുടെ അടുത്ത് ജോയിൻ ചെയ്ത് ഉടനെ തന്നെ പശുമത്തീരത്തയ്യ ശർമ്മ ഞങ്ങളുടെ മാസ്റ്റർകാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ യക്ഷഗാനമൊക്കെ പഠിക്കുകയുണ്ടായി. അവിടെ തന്നെ ഞങ്ങളത് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു ടെമ്പിൾ ഫെസ്റ്റിവലിൽ ആന്ധ്രാപ്രദേശിൽ. പിന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, ഞങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നാടകത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളിപ്പോൾ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു സെറ്റ് ഓഫ് ഷോസ് എറണാകുളത്ത് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. ഭരതനാട്യവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ആണ് പഠിച്ചു തുടങ്ങിയത്. ചെറുതിലെ ഓട്ടംതുള്ളലും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര വർഷമായിട്ട് കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്? 6 വർഷത്തിലധികമായി ടീച്ചർ അടുത്ത് തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ആന്ധ്രാപ്രദേശിലാണ് വലിയ ഗുരു ഉള്ളത്. പശുമത്തീരത്തയ്യ ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു 85 വയസ്സുള്ള കുച്ചിപ്പുടി അധ്യാപകനാണ്, ടീച്ചറുടെ ഗുരുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും, ടീച്ചറുടെ ശിഷ്യരെല്ലാവരും അവിടെ കൂടെ അധ്യാപകന്റെ അടുത്ത്, മാസ്റ്റർകാരന്റെ അടുത്ത് പോയി അവിടുന്ന് നൃത്തം പഠിച്ച് കുച്ചിപ്പുടി ട്രഡീഷണൽ കുച്ചിപ്പുടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് അവിടെ തന്നെ യക്ഷഗാനമൊക്കെ പഠിച്ച് അവിടുന്ന് തന്നെ ഞങ്ങൾ പെർഫോമൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തൃശ്ശൂരും ഞങ്ങൾ യക്ഷഗാനം പെർഫോം ചെയ്തിട്ടുണ്ട്. ഉഷാപരിണയം. ആന്ധ്രാപ്രദേശില് കൃഷ്ണ ജില്ലയിൽ കുച്ചി ഗ്രാമം, അവിടെയാണ് കുച്ചിപ്പുടി രൂപം കൊണ്ടത്. അവിടെ നിന്ന് തന്നെ ഇപ്പൊ നിലവിൽ ട്രഡീഷണൽ കുച്ചിപ്പുടി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാസ്റ്റർകാർ മാത്രമേ ഉള്ളൂ. കുച്ചിപ്പുടിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ആ പരമ്പരാഗത രീതിയിലാണ് ചെയ്യുന്നത്? അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ അത് പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവമാണ്. അതേ പരമ്പരാഗത രീതിയിലുള്ള ആ യക്ഷഗാനമാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഉഷാപരിണയം. അപ്പോൾ അവിടെ ഞങ്ങൾ പെർഫോം ചെയ്തു. ഒരിക്കൽ ഒരു 2-2.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അത്. ഇവിടെ തൃശ്ശൂർ വന്നിട്ടും ഞങ്ങളൊരു തവണ പെർഫോം ചെയ്തു അത്. ഇപ്പോൾ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ നാടകത്തിലൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോൾ നടിയാണ്. സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ? ഞാനൊരു 9ഓളം സിനിമകളിലും ഒരു 2-3 ഷോർട്ട് ഫിക്ഷൻസിലും അഭിനയിച്ചിട്ടുണ്ട്. അത്ര വലിയ ക്യാരക്ടേഴ്സ് അല്ല ചെയ്തിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ സിനിമകളിൽ കൂടുതലും ചെറിയ ക്യാരക്ടേഴ്സേ ചെയ്തിട്ടുള്ളൂ. അവസാനം റിലീസായ കൊമേഴ്ഷ്യൽ സിനിമ നീലവെളിച്ചമാണ്, ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത നീലവെളിച്ചം. പിന്നെ കുറേ സിനിമകളിലും നല്ല വലിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഫെസ്റ്റിവൽ മൂവീസിലാണ്. അപ്പോൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലും കൂടുതൽ സഹസംവിധായകയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ആഡ് ഫിലിംസിലാണ്. ഞാൻ ഇവിടെ ഒരു ആഡ് ഫിലിം പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സിൽ വർക്ക് ചെയ്തു. അതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു ജോലി അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അതിനോടൊപ്പം ഇൻഡിവിജ്വലി എൻ്റെ ഒരു പാഷൻ നൃത്തവും അഭിനയവും ആയതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രമിക്കുന്നു. അങ്ങനെ പോകുന്നു. ഒരു സിനിമ അഭിനേതാവ് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഭാവിയിലൊരു സിനിമാ സംവിധായികയാവുക എന്നുള്ളത് തന്നെയാണ് മിക്കവരുടെയും ഒരു സ്വപ്നമാണ്. അതെ അതെ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. എനിക്കൊരു ചെറിയ മോളുണ്ട്. അവൾ കുറച്ച് വലുതായതിനു ശേഷം അങ്ങനെ ഒരു ഉദ്യമത്തിലേക്കുള്ള പരിശ്രമം തുടങ്ങാം എന്നൊരു ഐഡിയയിലാണ് ഉള്ളത്. ഞങ്ങളുടെ നാടകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, ബൈ ബൈ ബൈപ്പാസ്. റോഷൻ മാത്യു ആണ് ഡയറക്ട് ചെയ്യുന്നത്. ദർശന രാജേന്ദ്രൻ, രാജേഷ് മാധവൻ, ദിവ്യപ്രഭ, ശാന്തി ബാലചന്ദ്രൻ, അങ്ങനെ ഞങ്ങളൊരു 10-12ഓളം ആക്ടേഴ്സ് ഉണ്ട് അതിൽ. അശ്വതി, നിൽജ, എല്ലാവരും സുഹൃത്തുക്കളാണ്. നീലവെളിച്ചത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നാടകം ഇഷ്ടമാണെന്നും പെർഫോം ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്നും ഞാൻ ഒരിക്കൽ ഷൂട്ട് നടന്ന ദിവസം റോഷന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് റോഷൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു മെയിൽ വന്നു, ഞങ്ങളിങ്ങനെ ഒരു നാടകം തുടങ്ങുന്നുണ്ട്, ദേവകി ഇൻട്രസ്റ്റഡ് ആണോ, ആണെങ്കിൽ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഞങ്ങളൊരു 10-16 സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നു, ഒരു വർക്ക്ഷോപ്പ് നടത്തി. കഥയുടെ ഒരു ചെറിയൊരു സാരാംശം അന്ന് റോഷൻ പറഞ്ഞു. ആ കഥയുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആ കഥയ്ക്ക് ചേർന്ന
ഒരു കുട്ടികളുടെ കഥയാണത്. അപ്പൊ അതുണ്ടോ എന്നുള്ളതൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ കൂടുതലും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്തു. സിനിമയിൽ തിരക്ക് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും വേറെ വേറെ ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും പ്രാക്ടീസ് ചെയ്ത് നോക്കി ആർക്ക് കൂടുതൽ യോജിക്കുന്നു. അങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സും തീരുമാനമായത്. ശരി. അന്ന് ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവരിൽ പലരും ഇങ്ങനെ സിനിമകളുടെ തിരക്കിൽ പോകും. അപ്പോൾ ഞങ്ങൾ വേറെ വേറെ നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെ ജോയിൻ ചെയ്ത് അങ്ങനെ മുമ്പോട്ടും അങ്ങനെയാണ് പെർഫോമൻസ് നടക്കുന്നത്. നിലവിലൊരു 9 സെറ്റ് ഷോസ് കഴിഞ്ഞു കൊച്ചിയിൽ ഒരു നിശ്ചിത ഷോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യം ഞങ്ങളുടെ ഒരു പ്ലാൻ. സോ അത് കഴിഞ്ഞ് പിന്നീട് ബാംഗ്ലൂര് നമുക്കിങ്ങനെ പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്കൊരു കോൾ വരെ ഉണ്ടായി. പെർഫോം ചെയ്തു, PCPA ഹാളിൽ പെർഫോം ചെയ്തു. ഇനിയിപ്പോൾ നവംബറിലും ഡിസംബറിലും ജനുവരിയിലും ഒക്കെ നമുക്ക് പ്ലാനുകളുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ ഈ ഒരു നാടകമായിട്ട് പെർഫോമൻസുമായിട്ട് എല്ലായിടങ്ങളിലും സഞ്ചരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഇനി വരുന്ന ഷോസിനെ കുറിച്ചൊക്കെ വഴിയെ അനൗൺസ്മെന്റ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. മുന്നേ നാടകം കണ്ടിട്ടില്ല, അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസിന്റെ ഇടയിലൊക്കെ നാടകം കണ്ടിട്ടുള്ളതല്ലാതെ ഒരു നാടകം എങ്ങനെ ഇരിക്കും, മുഴുവനായ ഒരു നാടകം കണ്ടു തീർത്തൊരു ഓർമ്മയേ ഇല്ല. അപ്പോൾ നാടകം തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരും നാടകം കണ്ടിട്ടും സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടും കോളേജിൽ ഉള്ളപ്പോൾ അഭിനയിച്ചിട്ടും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഞങ്ങൾ 3 പേര് മുന്നേ നാടകത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. പക്ഷെ അവർക്കും പിന്നെ കുറച്ചെങ്കിലും നാടകത്തോടൊരു ചെറിയ ബന്ധമുണ്ട്. എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ നാടകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം എല്ലാവരും കൂടെ ഊർമിള എന്ന് പറയുന്ന ഒരു നാടകം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ടെൻഷനായി. അയ്യോ, നാടകം എന്ന് പറയുന്നത് ഒരു വലിയ എഫേർട്ടാണല്ലോ, ഇത് എനിക്ക് പറ്റുമോ എന്നൊക്കെ ഒരു വലിയ പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 3 മാസം നാടകം പഠിക്കാൻ വേണ്ടി എടുത്തു. കഥ ഡെവലപ്പ് ചെയ്ത് അതിലെ ക്യാരക്ടേഴ്സ് പല രീതിയിൽ പെർഫോം ചെയ്ത് നോക്കി. ഓരോരുത്തരും എങ്ങനെയൊക്കെ നമുക്ക് ആ ക്യാരക്ടറുമായിട്ട് മാച്ച് ആവുന്ന പല. അന്നതിന് ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. ഈ കഥ ഒരു ചെറിയ കഥ ഉണ്ടായി, ആ കഥയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് റോഷനും ഫ്രാൻസിസും ശ്രുതിയുമാണ്, ആക്ടർ ശ്രുതിയുമാണ്. അപ്പോൾ അവർ ആ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ആ കഥയിൽ ഓരോ സന്ദർഭങ്ങളും ചെറിയ ചെറിയ സീനുകൾ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെ ഓരോ റാൻഡം സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഗ്രൂപ്പായി തിരിഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിൽ നിന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്ത് പിന്നെ ഓരോരോ സീനുകൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ വികസിപ്പിച്ചെടുത്തു. പിന്നെ റൈറ്റേഴ്സ് അതൊന്നുകൂടി ഒരു ഫൈനൽ ടച്ച് നടത്തി അതൊരു പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 3 മാസത്തോളം പ്രാക്ടീസ് ചെയ്തപ്പോൾ ആക്ച്വലി ഇത് ഞങ്ങളുടെ കഥയാണ്, ഞങ്ങളാണിത് എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പേടി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അന്ന് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ആ നാടകത്തോടും ആ കഥാപാത്രങ്ങളോടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ദേവകി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു നാടകത്തില്. ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് നമ്മൾ പറയണത് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യമായിട്ട് നാടകം അഭിനയിക്കണു എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സിനിമ മാത്രമേ പരിചയമുള്ളൂ. ഞാൻ സിനിമയിലാണെങ്കിലും ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഡയറക്ടർ ഒരു സ്റ്റോറി അദ്ദേഹം പഠിപ്പിച്ചു തരുന്നു, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയുന്നു, നമ്മളത് ചെയ്യുന്നു. സ്റ്റേജിൽ അതിന് വേണ്ട ആർട്ട് ഒക്കെ ഉണ്ടാവും, നമ്മളത് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്നുള്ളത് അറിയേയില്ലായിരുന്നു. റിഹേഴ്സൽ ചെയ്യുന്ന 3 മാസവും നമ്മൾ എല്ലാ ദിവസവും റിഹേഴ്സൽ കഴിയുമ്പോൾ ഞങ്ങൾ വട്ടത്തിലിരുന്ന് അന്ന് ചെയ്ത സീൻസിനെ കുറിച്ചും ഡയലോഗുകളെ കുറിച്ചും ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും സംസാരിക്കും. ഈ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അപ്പൊ നമുക്ക് അവിടെ വീടിന്റെ രൂപം വേണ്ടേ, അതല്ലെങ്കിൽ നമ്മളപ്പോ എങ്ങനെ കോസ്റ്റ്യൂം മാറുക, അപ്പൊ അത് മനസ്സിലാവും ആൾക്കാർക്ക്, സൗണ്ട് അവിടേക്ക് എത്തുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അപ്പൊ ഞാൻ നാടകം ഒട്ടും ചെയ്തിട്ടില്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു. റോഷനും ദർശനിക്കും ബാക്കി എല്ലാവരും നാടകത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് കുറച്ചെങ്കിലും. എനിക്ക് വേണ്ടിയിട്ട് എന്റെ സംശയങ്ങൾക്ക് ഒരു സെഷൻ അവർ മാറ്റി വയ്ക്കുമായിരുന്നു. ദേവകി ചോദിച്ചോളൂ, നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ആ 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രോസസ് നമുക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. ദേവകി ഒരു നർത്തകിയാണ്. അപ്പൊ ആ നൃത്തം പഠിച്ചതിന്റെ ഒരു ഗുണം ഈ നാടകത്തിൽ അഭിനയിക്കുമ്പം തോന്നിയിട്ടില്ലേ? ഇല്ല, അത് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്, ഞാനിതുവരെ ഒരു സ്റ്റേജിൽ കയറി ലൈവായിട്ട് ഡയലോഗുകൾ പറഞ്ഞ് അങ്ങനെ നൃത്തം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ യക്ഷഗാനത്തിൽ ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട് പെർഫോം ചെയ്യുമ്പോൾ. അതാണെങ്കിലും ഒരു പെർഫോമൻസ് ആണ്, ഒരു താളമുണ്ട്, അത് തുടങ്ങി ഒരു നിശ്ചിത താളക്രമത്തിൽ അത് തീർന്ന് അതിനിടയിൽ കൃത്യമായ ശ്ലോകങ്ങൾ വന്ന് അങ്ങനെയാണത് പോകുന്നത്. ചില ഡയലോഗുകൾ പോലെ അത് വരും, അത് അവിടെ തീർന്നു, കൃത്യമാണ്. അത് തുടങ്ങി നമ്മൾക്ക് അതിലൊരു ഇംപ്രവൈസേഷൻ വേറെ വരുത്താനില്ല. അതിലൊരു ക്യാരക്ടറിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അതിൽ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുള്ളതും ആ താളക്രമം ഒഴികെ മാറ്റി നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇല്ല. പക്ഷെ നാടകത്തിൽ എൻ്റെ ഒരു പ്രോസസ്സ്
എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ തവണയും നാടകം ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്തും എനിക്കിത് തുടക്കം തുടങ്ങി അത് തീരുന്നത് വരെ ഈ നാടകം കാണുമ്പോൾ ഓരോ ദിവസവും പുതുതായി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതെ, എല്ലാ തമാശയും എനിക്ക് ചിരിക്കാൻ പറ്റും. ആ വളരെ ഇമോഷണലായ രംഗങ്ങളിൽ എനിക്കും വല്ലാതെ സങ്കടം വരും, ചില സമയങ്ങളിൽ ഭയങ്കര ആവേശം തോന്നും. അപ്പോൾ അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയും അത് വഴി അങ്ങനെ തന്നെയാണ് ആ പ്രോസസ്സ്, അത് അങ്ങനെ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക, അവർക്ക് അതിൽ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മളൊരു ക്യാരക്ടറായി മാറുന്നു. ചിലപ്പോൾ ആ രംഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത കണ്ടിന്യൂഷൻ ഉള്ള രംഗമോ ഡയലോഗുകളോ ചിലപ്പോൾ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ചില അടുത്ത മാസമോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മളല്ലാത്ത മറ്റൊരാളായിട്ട് നമ്മൾ എന്താണോ പെർഫോം ചെയ്തത് അത് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ മീറ്ററിൽ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൃത്യമായ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയി ചിന്തിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യണമെന്നും ചിന്തിക്കാറുണ്ട്. പക്ഷെ നാടകത്തിൽ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള ഒരു നാടകം ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറായി തുടങ്ങിയാൽ നമ്മൾ ആ കഥയിലൂടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വീട്, ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പരിപാടിയാണ്. സിനിമയുടെ ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ സിനിമ കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ കാണുന്നുള്ളൂ. പക്ഷെ അതിൽ കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് അത് വേറൊരു വേർഷനാണത്. ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയല്ലോ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംസ് വേറെ ാണല്ലോ. നാടകത്തിൽ നമ്മൾ ആ ക്യാരക്ടറായി അത് പ്രോസസ് നടക്കുന്ന സമയം മുഴുവൻ നമ്മൾ ഇതിൽ നിന്നുള്ള ഈ സന്തോഷം അനുഭവിച്ച് അത് തീർന്ന് മുമ്പിലിരിക്കുന്ന കാണികളുടെ റിയാക്ഷൻസ് അറിഞ്ഞ് അവരുടെ സന്തോഷം നമുക്ക് റിസീവ് ചെയ്യാൻ സാധിച്ച് അത് ആക്ച്വലി ടെക്നിക്കലി പറയുകയാണെങ്കിൽ സിനിമ പോലെ തന്നെ ഇപ്പുറത്തും വളരെ ടഫായിട്ടുള്ള ഒരു ടെക്നിക്കൽ വശം നാടകത്തിനുണ്ട്. വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്പേസിലാണ് ഈ ലൈറ്റും സൗണ്ടും എല്ലാ കഥകൾക്ക് വേണ്ട ചുറ്റുപാടുകളും നമ്മൾ ഒരുക്കുന്നത്. അത് നമ്മൾ കൃത്യമായി അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് ആക്ച്വലി നല്ല ഡിഫിക്കൽട്ട് ആണ്. ആസ് എ ബിഗിനർ എനിക്ക് അത്ര ആധികാരികമായി പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത്രത്തോളം വിഷമമുള്ള ഒരു സ്പേസിൽ നിൽക്കുമ്പോഴും സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇത് വളരെ സുഖമുള്ള ഒരു അനുഭവമാണത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിനു മുന്നേയും നാടകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സിനിമയും നാടകവും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് ഒരു ക്യാരക്ടറിനെ നന്നായി മനസ്സിലാക്കി ആ ക്യാരക്ടറിന്റെ ഒരുപാട് മാനറിസംസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ രംഗത്തിലേക്ക് ചെന്ന് കട്ട് പറഞ്ഞ് തിരിച്ചു വന്ന് എഗെയിൻ അടുത്ത ആക്ഷനിൽ വീണ്ടും നമ്മൾ ആ ആളായി മാറി അത് അങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സാണല്ലോ. നമുക്ക് വേണമെങ്കിൽ റിഹേഴ്സൽസ് എടുക്കാം, റീടേക്ക് എടുക്കാം, എന്തെങ്കിലും ഒരു ലൈവ് പെർഫോമൻസ് അല്ലല്ലോ അത്. പക്ഷെ നാടകത്തിലേക്ക് വരുമ്പോൾ ഇത് ലൈവ് ആണെന്നുള്ളതും ഈ ലൈറ്റും സൗണ്ടും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിലുപരി എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം അതൊരു വലിയ സുഖമുള്ള ഒരു പരിപാടിയാണെന്നാണ്. അപ്പോൾ ഞാൻ നാടകം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് മോള് അവളിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കണു, അവൾക്ക് നാടകം ട്രെയിനിങ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഒരു തിയേറ്റർ ട്രെയിനിങ് വളരെ നന്നായിരിക്കും, ഒരു സബ്ജക്റ്റ് പോലെ തിയേറ്റർ ട്രെയിനിങ് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളുടെ ഉള്ളിൽ ഇറങ്ങി ചെന്ന് നമ്മളുടെ ഒരു സ്വത്വം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആർട്ട് ഫോം ആണത്. അതാണ് എനിക്ക് ആകെ പറയാൻ അറിയൂ ഇതിനെക്കുറിച്ച്. ദേവകി പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഒരു സിനിമ കാണുമ്പം ആർട്ടിസ്റ്റ് അത് അറിയുന്നില്ലല്ലോ. ഐ മീൻ കാണികൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു അത് അവരാ ഒപ്പം ഇരുന്നാൽ മാത്രമല്ലേ ഇത് കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കാണികളുടെ മുൻപിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നേരിട്ട് ആ സദസ്സിൽ നിന്ന് ആ റെസ്പോൺസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അതെ അതെ, അത് കുറച്ചും കൂടി അത്ര നല്ലൊരു പെർഫോമൻസ്. അതെപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കുമല്ലോ, നമ്മൾക്കറിയാലോ ആളുകൾ നമ്മളെ നേരെ നോക്കിയിരിക്കുക. അതെ 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 അതെ, നമ്മൾക്ക് പലപ്പോഴും പെർഫോമൻസ് കഴിഞ്ഞ് ഒരുപാട് നേരം ഇത് കണ്ട് സന്തോഷം കൊണ്ട് നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു പരിചയമില്ല, നമ്മളെ ഒട്ടും അറിയില്ല നമ്മളെ, എങ്കിലും അവര് നമ്മളടുത്ത് കാണിക്കുന്ന സ്നേഹവും സന്തോഷമൊക്കെ ആ പെർഫോമൻസിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. അതൊരു വലിയ അനുഭവമാണ്. നാടകത്തിൽ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. പിന്നെ നാടകം നമ്മളെ അവിടെ പിടിച്ചു വെക്കും. റോഷൻ മാത്യു ഞങ്ങളുടെ ഡയറക്ടർ, അദ്ദേഹം ഒരിക്കലും നമ്മളോട് ഇന്ന പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് അത് കാണിച്ചെന്ന് അതുപോലെ തന്നെ ചെയ്യൂന്ന് പറയാറില്ല. ആ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് അതിനൊരു ഫ്രീഡം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഫ്രീഡം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ക്യാരക്ടറും സാഹചര്യങ്ങളും ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ആർക്കും എന്താണെന്നുള്ള ഒരു രൂപം ഉണ്ടാവും. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയാറേ ഇല്ല.
പകരം നമ്മൾ എന്താണ് നമ്മളുടെ ഉള്ളിൽ ആ പെർഫോമൻസിന് വേണ്ടിയിട്ട്, ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് നമ്മളെ കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ. എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ട് ഇത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടകത്തിൽ ഞാൻ 2 ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒന്നൊരു കൈനോട്ടക്കാരി എന്ന് പറയുന്ന മലയാളം അറിയാത്ത ഒരു സ്ത്രീ, കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ, പിന്നെ ഒരു ബസ് ഡ്രൈവറാണ്. ഒന്നൊരു മെയിലും ഒന്നൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നതിലുള്ള ഒരു സുഖം നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യും. ബസ് ഡ്രൈവർ ആയതുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാറില്ല. മലയാളി അല്ലാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ സംസാരിക്കുമെന്നും പറയാറില്ല. അത് നമ്മൾ തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ ആ ക്യാരക്ടർ നമ്മളാണ്. എവിടെയും നമുക്ക് ഈ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു എനിക്ക്. ഒരു ലേണിംഗ് ആണല്ലോ, വലിയൊരു ലേണിംഗ്. അതിനത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ നൃത്തം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? കുച്ചിപ്പുടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മിക്കവാറും ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇടയ്ക്ക് ക്ലാസ്സുകൾ വെക്കും. പെർഫോമൻസിന്റെ സമയങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയിട്ട് മാസ്റ്റർ കാരുവിന്റെ വീടിനടുത്ത് അവിടെ താമസിച്ച് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. കുറച്ച് ദിവസം അവിടെ തങ്ങി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പെർഫോമൻസിന് വേണ്ട യക്ഷഗാനം പഠിക്കുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെയാണ്. പിന്നെ ടീച്ചർ ഇവിടെ ഇല്ല, എന്തെങ്കിലും പെർഫോമൻസിന് പുറത്ത് എവിടേക്കെങ്കിലും അവർ പോയിരിക്കുന്നതെങ്കിൽ ആ സമയങ്ങളിൽ ഒരു ഗ്യാപ്പ് വരാറുണ്ട്. അപ്പോൾ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അടുപ്പിച്ച് കുറേ ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. തൃശ്ശൂരാണ് ടീച്ചർ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ അടുത്ത്. അപ്പൊ അവിടെ പോയിട്ടാണ് പഠിക്കാറ്. മകള് നൃത്തം ചെയ്യുമോ? പഠിക്കുന്നുണ്ട്. അവൾ എന്റെ കൂടെ കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഹിപ്പ് ഹോപ്പാണ്. അവളുടെ അച്ഛൻ ഹിപ്പ് ഹോപ്പ് ഡാൻസറാണ്. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഹിപ്പ് ഹോപ്പ് ആയതുകൊണ്ട് ഹിപ്പ് ഹോപ്പും പഠിക്കുന്നുണ്ട്. ദേവികയുടെ ഹോബികള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹോബി വായിക്കാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ ചെറിയ രീതിയിലാണ് ഇപ്പൊ എഴുത്തൊക്കെ ഉള്ളൂ. ഒരുപാട് വലിയ സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല. പക്ഷെ എങ്കിലും കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതും. അത് എവിടെയും പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെ ഒന്നുമല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടീമിൽ ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ചെറിയ കഥകൾ തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ജോലി പോലെ ഞാൻ ആ ടീമിന്റെ കൂടെ, മാർക്കറ്റിംഗ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ അതാണ് മന്ത്ലി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ജോലി. അതാണ്. അതങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ സിനിമകൾ കാണും ഇഷ്ടം പോലെ. ഒരുപാട് കാണും സിനിമകൾ ഓഫ് കോഴ്സ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അതും വായന അതിന്റെ കൂടെ നടക്കും. അതൊക്കെ വളരെ സമയം അങ്ങനെ കിട്ടാറില്ല, എങ്കിലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു സംവിധായികയാകണം എന്നാണല്ലോ ആഗ്രഹം. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും വായന, എഴുത്ത് ഇതൊക്കെ നടക്കുന്നത് ആണോ? അങ്ങനെയല്ല. സംവിധായിക പ്ലാൻ ചെയ്തിട്ടല്ല, അല്ല, അതെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. കുട്ടിക്കാലത്തെ വായന കുഞ്ഞുനാളിലെ എൻ്റെ ഉള്ളൊരു വലിയ ഹോബി വായനയാണ്. അപ്പൊ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാനൊരു 4-5 വയസ്സുള്ള സമയത്ത് തന്നെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറിയ കുട്ടി. അന്ന് നൃത്തം പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അച്ഛൻ ഇഷ്ടമാണ്. അച്ഛൻ പാട്ടുപാടും, അഭിനയിക്കും, മിമിക്രി കാണിക്കൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ കോളേജ് ടൈമിൽ. അപ്പോൾ അന്ന് തന്നെ അച്ഛൻ്റെ പരിചയത്തിൽ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഈ ചെറിയ അന്നത്തെ ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ വയനാട്ടിലായതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. വയനാട്ടിൽ അത്രത്തോളം ഒന്നും സിനിമയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹം നടത്തി തരാൻ വേണ്ടിയിട്ട്. ഒരു +2 വരെയൊക്കെ അങ്ങനെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ടെലിഫിലിം, അന്നത്തെ അവിടുത്തെ ചാനലിൽ ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഡിഗ്രി ഒക്കെ ചെയ്തു, ജോലിയൊക്കെ കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞ് മോളൊക്കെ ആയി. ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു, എനിക്ക് സിനിമയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് IT കമ്പനിയിലേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ ജോലി കിട്ടിയത്. അപ്പോൾ അങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങി, മീഡിയയിൽ കണക്റ്റഡ് ആയി നിൽക്കാൻ തുടങ്ങി, ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പോയാണ് ആദ്യം ആഭാസത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ആഭാസത്തിന്റെ ഡയറക്ടർ ജുബിത് നമ്രയടുത്ത് എൻ്റെ കോളേജ് മേറ്റ് ആണ്, എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിൽ അന്ന് സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിൽ അഭിനയിക്കുകയും ചെറിയൊരു ക്യാരക്ടർ അതിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നെ ഇതുപോലെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് നടക്കാതെ പോയ ഒരു സിനിമ, അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് വിളിച്ചത്. തുടക്കത്തിൽ അവർ പറഞ്ഞിരുന്നു ഒരു ചെറിയ ക്യാരക്ടറാണ്, സൗബിൻ ഷാഹിറിന്റെ കൂടെ ആ ഒരു സീനേ നിങ്ങൾക്കുള്ളൂ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വന്ന് ചെയ്തോളൂ. ഷൂട്ടിങ്ങിന്റെ തുടങ്ങി ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സക്കറിയ ഡയറക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ വലുതാക്കാം. അങ്ങനെ ഒരു 5 ദിവസത്തോളം ഷൂട്ട് നീണ്ടുപോയി. പക്ഷെ അത്രത്തോളം ഒന്നും സിനിമയിൽ എന്നെ കാണാനൊന്നുമില്ല. പക്ഷെ എങ്കിലും അതൊരു വലിയ അനുഭവമായിരുന്നു.
വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു സുഡാനി ഫ്രം നൈജീരിയയുടേത്. അതിലെല്ലാവരും അഭിനയിക്കുന്നവരും അവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അഭിനയിക്കുന്നവരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് പഠിച്ചവരാണ്. അവർ പഠിച്ച സ്ഥലത്ത് തന്നെയാണ് ആ ഷൂട്ട് നടത്തിയിരിക്കുന്നത്. ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി അവർ പരിശ്രമിക്കുന്നത് അവിടെ നോക്കി ഇങ്ങനെ നേരിട്ട് കാണാമായിരുന്നു. ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു സെറ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. സുഹാസും ഷറഫും ഇത് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരാണ് വൈറസിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വൈറസിലും ഇതുപോലെ തന്നെ 5-6 സീൻസിലേ അഭിനയിച്ചിട്ടുള്ളൂ. അന്ന് ഡയറക്ടർ രാജീവ് രവി പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും, എങ്ങനെ ശ്രമിക്കണം എന്നൊക്കെ. പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പരിശ്രമിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ശ്രമിക്കൂ, ഒന്ന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കൂ, നടക്കും എന്ന് പറയുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്ന് വൈറസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ 5-6 സീൻസ് എനിക്ക് ഒരുപാട് കോൾസ് വന്നു. ആ സീൻസ് കണ്ടിട്ട് പുതിയ സിനിമയിലേക്കുള്ള കോൾസ് അല്ല, സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന പലരും ദേവകി സിനിമ കണ്ടു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. വൈറസ് കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷം ആണ് നീലവെളിച്ചം നടക്കണേ. അപ്പൊ അതിന്റെ ഇടയിൽ കാർഡ്സ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതിൽ ലീഡ് ക്യാരക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജേഷ് ശർമ്മ, ആക്ടർ രാജേഷ് ശർമ്മയാണ് അതിന്റെ മെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്തത്. പിന്നെ കാദീഷോ എന്ന് പറയുന്ന ഒരു സിനിമ, ജോൺ അബ്രഹാം, മാസ്റ്റർ ഡയറക്ടർ ജോൺ അബ്രഹാമിന്റെ പെങ്ങളുടെ മകൻ പ്രദീപ് ചെറിയൻ, അദ്ദേഹമാണ് അത് ഡയറക്ട് ചെയ്തത്. സിനിമാറ്റോഗ്രാഫർ ഫൗസിയ, WCCയിലൊക്കെ മെമ്പർ ആയിട്ടുള്ള ഫൗസിയ, അവരായിരുന്നു അതിന്റെ DOP. അപ്പോൾ അവർ പാർട്ട്നേഴ്സാണ്. അപ്പം ഫൗസിയ ചേച്ചിയാണ് എന്നെ സിനിമയിലേക്ക് വിളിച്ചത്. അതിലും ലീഡ് ക്യാരക്ടർ ആയിരുന്നു. ആക്ടർ സനലമനാണ് അതിന്റെ മെയിൽ ലീഡ് ചെയ്തത്. പിന്നെ കടൽ മുനമ്പ് എന്ന് പറയുന്ന ഒരു മൂവി, അതൊക്കെ ഇതിന്റെ ഇടയിൽ ചെയ്തതാണ്. അതൊക്കെ ഫെസ്റ്റിവൽ മൂവീസ് ആണ്, കൊമേഴ്ഷ്യൽ മൂവീസ് അല്ല. കടൽ മുനമ്പിൽ ജിയോ ചേട്ടൻ, ഡയറക്ടർ ജിയോ ബേബി ആയിരുന്നു അഭിനയിച്ചത്, ലീഡ് ക്യാരക്ടർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ വൈഫായിട്ട്. അതിൽ മോളും ഇതേപോലെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, ഞങ്ങളുടെ മകളായിട്ട്. പിന്നെ ഞാൻ നീലവെളിച്ചത്തിലേക്ക് ഓഡീഷൻ അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം എനിക്കിങ്ങനെ അതിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ഋഷികേശ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ബാക്കി ഇങ്ങനെ ഒരു സീൻ തരാം, അപ്പോൾ ഒന്ന് ചെയ്തിട്ട് അയക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്തിട്ട് അയച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. എന്താ വെച്ചാൽ അത് ഭാർഗവി നിലയത്തിന്റെ റീമേക്ക് ആണല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ഒറിജിനൽ ക്യാരക്ടർ ചെയ്തിട്ട് അതിന്റെ ഓഡീഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓഡീഷൻ കഴിഞ്ഞിട്ട് ഋഷികേശിനെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ റിസൾട്ട് എന്താണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോടൂ, താൻ കൺഫേം ആണ്, വൈറസിൽ ചെയ്ത ആ ക്യാരക്ടർ ഡയറക്ടർ ആഷിഖ് അബുവിന് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ആർട്ടിസ്റ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി മുന്നേ ചെയ്ത സിനിമകളിൽ നിന്ന് കിട്ടിയ ഒരു ലീഡ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സിനിമകൾ, അടുത്തടുത്ത സിനിമകളിലേക്ക് പോവുക. പക്ഷെ എനിക്ക് അത് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീലവെളിച്ചം വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നല്ലോ. അതിനുശേഷം ഒരുപാട് കോൾസ് വന്നു, ഒരുപാട് സിനിമകളിൽ നിന്ന്, ഒരുപാട് ഡയറക്ടേഴ്സ്, പുതിയ ഡയറക്ടേഴ്സ് കൂടുതലും. പക്ഷെ ഒന്നും ഒരു നല്ല സിനിമയിൽ നിന്ന് ഒരു കോള് വന്നില്ല. സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് അത് വായിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യണ്ട എന്ന് തോന്നുമായിരുന്നു. അപ്പൊ ആ സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ വർക്ക് ചെയ്തില്ല. പിന്നീട് കോൾസ് ഒന്നും വന്നില്ല, കുറെ നാളത്തേക്ക് കോൾസ് ഒന്നും വന്നില്ല. ഞാൻ ഓഡീഷൻസ് അയക്കാറുണ്ട്, പക്ഷെ അങ്ങനെ സെലക്ട് ആയിട്ടില്ല. പിന്നീട് സിനിമകളിലൊന്നും അങ്ങനെ സെലക്ട് ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീലവെളിച്ചത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ റോഷൻ, അതിൽ അനുരാഗ മധുചഷകം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, റിമ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട് ഗ്രൂപ്പായിട്ട്. ആ പാട്ട് സിനിമയിൽ പാടുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സിത്താർ വായിക്കുന്നത് റോഷനും ഞാനും ആണ് അടുത്തടുത്തിരുന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബ്രേക്കിന്റെ സമയത്ത് ഞാൻ റോഷന്റെ അടുത്ത് ഇങ്ങനെ പറയും, റോഷൻ എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് ഇഷ്ടമാണ്, നാടകം അവർ ചെയ്ത നാടകം AVNF കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നാടകം ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ അതുവരെ ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സിനിമ ഇറങ്ങി ആഫ്റ്റർ 3 years റോഷൻ എനിക്കൊരു മെയിൽ അയച്ചു, നാടകത്തിന്റെ പ്ലാനിങ്ങിലാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരൂ കേട്ടോ, നമുക്കൊരു വർക്ക്ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ബൈ ബൈ ബൈപ്പാസ് തുടങ്ങിയത്. ആ തീരുമാനം, റോഷന്റെ അടുത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ, നാടകത്തിൽ പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, ആ മൊമെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതാണ് എനിക്ക് ബൈ ബൈ ബൈപ്പാസിന്റെ ഭാഗമാവാനുള്ള അവസരം ആദ്യം ഉണ്ടാക്കി തന്നത്. ഒരു വലിയ അനുഭവമാണ് ബൈ ബൈ ബൈപ്പാസ്. ഇപ്പം ഒരുപാട് വേദികളിൽ കളിച്ചു അല്ലേ? ഞങ്ങള് കൊച്ചിൻ ക്ലബിലാണ് ആദ്യം ചെയ്തത്. 4 ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ JT പാക്കിൽ ചെയ്തു, ചാവറ കൾച്ചറൽ സെന്ററിൽ ചെയ്തു. അതിനുശേഷം എഗെയിൻ JT പാക്കിൽ നിന്ന് ഞങ്ങളോട് അവിടെ ഷോ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു. അവിടെ വീണ്ടും ചെയ്തു. ഇപ്പൊ ബാംഗ്ലൂർ ചെയ്തു. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 8 ഷോസ് കൊച്ചിയിൽ ചെയ്യണമെന്ന് തന്നെ ആയിരുന്നു. നമ്മളുടെ ആ പ്ലാൻ പെട്ടെന്ന് നടന്നു. അത് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 11 ഷോസും ഹൗസ്ഫുൾ ആയിരുന്നു. ഇനിയും പ്ലാനുകൾ ഉണ്ട്. നവംബറിൽ, ഡിസംബറിൽ, ജാനുവരിയിലൊക്കെ പ്ലാനുകളുണ്ട്. ഹോപ്പ്ഫുള്ളി അതെല്ലാം നടക്കട്ടെ. അതെ. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ WCC മെമ്പറാണ്. സിനിമയിൽ ജോയിൻ ചെയ്ത് ആഭാസം റിലീസായിട്ട് ഞാൻ ഏറ്റവും ആദ്യം എടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു WCCയിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. ആസ് എ WCC മെമ്പർ ഞാൻ വളരെ പ്രൗഡാണ്. അങ്ങനെ ഒരു നിലപാടിൽ ഞാൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഞാൻ
വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. നിലവിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ നല്ല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് WCC തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ നിലപാടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സിനിമകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് WCCയിൽ ജോയിൻ ചെയ്തത് കൊണ്ട് എന്നല്ല, എൻ്റെ പേഴ്സണൽ നിലപാട് അതായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണ്ട, അത്ര ഒരു നിലപാടുള്ള ഒരാൾ സിനിമയിൽ വേണ്ട എന്നാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ വേണ്ട, ഒരു പ്രശ്നമില്ല അതിൽ. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, WCCക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ആക്ച്വലി ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് എത്രത്തോളം സ്ട്രഗിളിങ്ങിലൂടെ പോയിട്ടാണ് ആ ഇൻഡസ്ട്രിക്ക് ഒരു നല്ല വശം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഇങ്ങനെ തെളിവോടെ മുമ്പിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നാളെ ഒരു നല്ല സിനിമയിലേക്ക് എത്തുക, നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുക. എപ്പോഴും നമ്മൾ ആർട്ടിലൂടെ സഞ്ചരിച്ച് നമ്മളുടേതായ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, ഇപ്പോൾ സിനിമയാണെങ്കിലും സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊരു ആർട്ടാണെങ്കിലും കോൺഷ്യസ്ലി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും അത് ചിന്തിക്കുമ്പോൾ സിനിമയുടെ ആർട്ട് നഷ്ടമായി പോകുന്നു എന്ന്, സിനിമയുടെ അല്ല ഏതൊരു ഫോമിന്റെ ആണെങ്കിലും അത് നഷ്ടമായി പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് നമ്മൾ ഈ സമൂഹത്തിലാണല്ലോ, അപ്പോൾ അത് മനുഷ്യരുടെ മനസ്സോടും മനുഷ്യരുടെ നിലപാടുകളോടും അവരുടെ സാഹചര്യങ്ങളോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ആർട്ട് എങ്ങനെയാണ് ഈ സമൂഹത്തെ ബാധിക്കുക എന്ന ധാരണ നമ്മൾ ഉണ്ടായിരിക്കണം. അത് കോൺഷ്യസ്ലി അത് നഷ്ടപ്പെട്ടു പോവാതെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബ്രില്യൻസ്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഭാവിയിൽ. ഇനി എനിക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു കാര്യം, മോളുണ്ട് പറഞ്ഞല്ലോ, അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാനസിക തടസ്സം അനുഭവപ്പെടരുത് എന്ന് തോന്നാറുണ്ട്. അയ്യോ, ഞാനൊരു പെൺകുട്ടിയാണ്, ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി എവിടെയും പാടില്ല. പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ സൈലന്റ് ആവാം, അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യണ്ട എന്നൊരു ധാരണ അവൾക്ക് ഉണ്ടാവരുതെന്ന് അതെപ്പോഴും തോന്നാറുണ്ട്. ആ നിർബന്ധമുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും മുമ്പോട്ട് പോകുന്ന സമയത്ത് സംശയങ്ങൾ വരും. അയ്യോ, ഈ സാഹചര്യം എങ്ങനെയാണ് നേരിടേണ്ടത് സംശയം വരാറുണ്ട്. അപ്പോൾ എനിക്ക് സുഹൃത്തുക്കളുണ്ട് സൈക്കോളജിസ്റ്റുകൾ. അപ്പോൾ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ത് ചെയ്യണം. അവർ വളരെ വൃത്തിയായിട്ട്, നമ്മളൊരു ചെറിയ കുട്ടിയാണല്ലോ ഡീൽ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ വേണം അത് ചെയ്യാൻ അവരെനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവളൊരല്പം വലുതാവട്ടെ, എൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവളൊരല്പം കൂടി വലുതാവട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ സ്ത്രീകളോട് ദേവകി എന്ത് പറയും? അങ്ങനെ എന്ത് പറയും എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ എവിടെയും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പരിഭ്രമം അനുഭവിക്കുന്ന കൂട്ടുകാരില്ല. എന്നെക്കാളും ധൈര്യമുള്ളവരാണ് എല്ലാവരും. പക്ഷെ ഞാൻ ആ സർക്കിളിൽ നിന്നൊന്ന് മാറി ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും നോക്കുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഭയവും പരിഭ്രമവും ഉള്ള ആൾക്കാരെയാണ്. അത് മാറണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് നടപടി ആവില്ല. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് തുടങ്ങി വെക്കാൻ പറ്റും ഒരാൾക്ക്. അപ്പൊ ഒരിക്കലും വേറൊരാളത് തുടങ്ങി തരില്ല, നമ്മൾ തന്നെ തുടങ്ങണം. സ്ത്രീ അവരുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ അവരെ കൊണ്ടേ കഴിയുള്ളൂ, അവരെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതാണ് സഹയാത്രികയിലൂടെ ദേവകി ഭാഗി പറഞ്ഞു വെക്കുന്നത്. വളരെ സന്തോഷം എനിക്ക് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ. ആസ് എൻ ആക്ടർ, ഒരു നർത്തകിയായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ഒരു ടെൻഷൻ തരാറുണ്ട് എനിക്ക്. ഇത്ര ഈസി ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എവിടെയും തോന്നുന്നു. വളരെ സന്തോഷം എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നടിയും നർത്തകിയുമായ ദേവകി ഭാഗിയാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.